ഹലോ, മൈ നെയിം ഈസ് മുഹമ്മദ് തോഹ. ഇപ്പം ഞാൻ പഠിപ്പിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ CMA ഇന്ററിലെ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന പേപ്പർ 8 ആയിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. CMA നമ്മളെ കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പൊ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്, നമ്മൾ ഇൻട്രൊഡക്ഷൻ നോക്കാൻ പോകുന്നത്. നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ അതിന്റെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചർ എന്താണ്, എലമെന്റ് എന്താണ്, നമ്മൾ അത് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്തിനാണ് നമ്മൾ അത് നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ നമ്മളെ പ്രോഡക്റ്റ്, എന്റെ പ്രോഡക്റ്റിന്റെ പേര് പ്രോഡക്റ്റ് എ ആണ്. അപ്പൊ ഈ പ്രോഡക്റ്റ് എക്ക് എത്ര രൂപയ്ക്കാണ് ഞാൻ മാർക്കറ്റിൽ ഇത് സെല്ല് ചെയ്യേണ്ടത്, അതിനെ പറയുന്ന പേരാണ് സെല്ലിംഗ് പ്രൈസ്. ഇപ്പൊ സെല്ലിംഗ് പ്രൈസ് ഞാനൊരു 10 രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നതെങ്കിൽ ഇതിൽ എന്ത് തരം കോസ്റ്റുകൾ എനിക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ടോട്ടൽ കോസ്റ്റ് ആണ്, എല്ലാ കോസ്റ്റിനോട് ചേർത്ത് നമ്മൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയും. ഇതിന്റെ അകത്ത് പലതരം കോസ്റ്റുകളുണ്ട്, അത് നമ്മൾ ഇതിൽ പഠിക്കും. ഇപ്പൊ ടോട്ടൽ കോസ്റ്റ് ആയിട്ട് എനിക്ക് ₹8 വന്നിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള എനിക്ക് പ്രോഫിറ്റ് ആയിരിക്കുമല്ലോ, ബാക്കിയായിട്ടുള്ള എനിക്ക് പ്രോഫിറ്റ് ₹2 വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ ഒരു സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വരുന്ന രണ്ട് എലമെന്റ്സ് ആണ് കോസ്റ്റും പ്രോഫിറ്റ്. അപ്പൊ ഇതിൽ നമ്മൾ കോസ്റ്റിന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ കൂടുതലും ഉള്ളത്. ഇതിന്റെ പല തരങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് കൂടുതൽ. ഇനി നമ്മുടെ മെയിൻ ആയിട്ട് ഒബ്ജക്റ്റീവ് എന്താണ്, സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്ത എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ് ആണ്. രണ്ടാമത്തെ കേസ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പലതരം കോസ്റ്റുകൾ, പലതരം മാർക്കറ്റിൽ ഇപ്പം നമുക്കിപ്പോ സെല്ലിംഗ് പ്രൈസ് നമ്മൾ പ്രോഡക്റ്റ് ചെയ്യാമെന്ന് നേരത്തെ പറഞ്ഞു. നമുക്ക് റോ മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്, നമുക്ക് റോ മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് വേണം, ഒരു മെറ്റീരിയൽ നമുക്ക് വേണം. രണ്ട് തരം മാർക്കറ്റിൽ അതുണ്ട്. ആദ്യത്തെ മാർക്കറ്റിൽ ₹10 സെക്കൻഡ് മാർക്കറ്റിൽ ₹8 ആണ്. ഒരു എക്സാമ്പിൾ ആണ്, കോസ്റ്റിനൊക്കെ ഒരു ഡിഫറൻസ് വരും, അപ്പൊ നോക്കണ്ട. അപ്പൊ രണ്ടിലും കിട്ടും. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭമായിട്ടുള്ളത് ഏതാണ്, സെക്കൻഡ് മാർക്കറ്റിൽ നിന്ന് ₹8 മേടിക്കുന്നതായിരിക്കും നമുക്ക് ലാഭം. അപ്പം നമ്മളെ കോസ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഏത് മാർക്കറ്റിൽ നിന്നാണ് എങ്ങനെയാണ് മേടിക്കേണ്ടത് എന്നെല്ലാം നമുക്ക് ഈ കോസ്റ്റ് കൺട്രോളിങ് വഴി നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അതിനെല്ലാം നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ബേസിക് ആയി നമുക്ക് ഫസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമുക്ക് എന്തൊക്കെയാണ് നമ്മളെ വെയിറ്റേജ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് 5% ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻട്രൊഡക്ഷൻസ് 5% ഉണ്ട്. പിന്നെ എലമെന്റ്സ് ഓഫ് കോസ്റ്റ്, മെറ്റീരിയൽസ്, എംപ്ലോയി, ഡയറക്ട് എക്സ്പെൻസ്, ഓവർ ഹെഡ്, ഇതാണ് അതിൽ വരുന്നത്. പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് CS1 to CS24 ആണ് അതിൽ വരുന്നത്. പിന്നെ കോസ്റ്റ് ബുക്ക് കീപ്പിംഗിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്, അങ്ങനെയുള്ള ചെറിയ സാധനങ്ങളാണ് അതിൽ വരുന്നത്. പിന്നെ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്, അതിനാണ് 30% വെയിറ്റേജ് ഉള്ളത്, അതും കോസ്റ്റ് അക്കൗണ്ടിങ് ടെക്നിക്ക്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് താഴോട്ട് നോക്കാം എന്തൊക്കെയാണെന്ന്. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്. പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ് ആൻഡ് കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അത് കോസ്റ്റ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാനുള്ളതെന്നാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, നമ്മള് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അറിയാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സാധനമാണ് ഫൈനൽ അക്കൗണ്ട്സ്. പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഫൈനൽ അക്കൗണ്ട്സ്. അപ്പൊ ഫൈനൽ അക്കൗണ്ട്സ് എന്തൊക്കെയാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അങ്ങനെ എല്ലാം ഉണ്ട്. കുറെ സാധനങ്ങളുണ്ട്, ക്യാഷ് ഫ്ലോ, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി കോസ്റ്റിന് നമ്മൾ ഇങ്ങനെ ഓരോന്നിന്റെ അലോക്കേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഓരോ എന്തൊക്കെ കോസ്റ്റ് ആണ്, ഫാക്ടറി കോസ്റ്റ് ആണോ, സെല്ലിംഗ് കോസ്റ്റ് ആണോ, മറ്റേ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ആണോ, അങ്ങനെ എല്ലാം നമ്മളിങ്ങനെ വേർതിരിച്ച് എഴുതാൻ വേണ്ടിയിട്ടും നമുക്ക് അതിന്റെ കോസ്റ്റും പ്രോഫിറ്റും കറക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കോസ്റ്റ് ഷീറ്റ്. അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കേണ്ടതുണ്ട്. പലതരം കോസ്റ്റ് ഷീറ്റുകളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു എലമെന്റ്സ് ഓഫ് കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട്, എംപ്ലോയി കോസ്റ്റ് ഉണ്ട്, ഡയറക്ട് എക്സ്പെൻസ്, ഓവർ ഹെഡ്. ഇതിൽ മെറ്റീരിയൽ കോസ്റ്റ്, എംപ്ലോയി കോസ്റ്റും ആണ് കൂടുതൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിൽ കൊടുക്കാനുള്ളത്. പിന്നെ ഓവർ ഹെഡ് ഉണ്ട്. ഓവർ ഹെഡിന്റെ സെയിം സംഭവമാണ് ABC കോസ്റ്റിംഗ്, അത് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഡയറക്ട് എക്സ്പെൻസ്, അത് സിമ്പിൾ ആണ്. ഇനി നമുക്ക് പറഞ്ഞാൽ CS1 to CS24 കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്തായാലും വെയിറ്റേജ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മള് വെയിറ്റേജിന്റെ കാര്യം പറഞ്ഞു.
പിന്നെ കോസ്റ്റ് ബുക്കിംഗ്. ഇതില് കോസ്റ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ റീകൺസിലേഷൻ എല്ലാ വട്ടവും ചോദിച്ച ഒരു ഇതാണ്. അപ്പൊ അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്, ഇതിൽ ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ഓപ്പറേറ്റ് കോസ്റ്റിംഗ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഷഫിൾ ചെയ്താണ് എല്ലാ വർഷവും ചോദിച്ചു വരുന്നത്. എളുപ്പമാണ്, എല്ലാം എളുപ്പമാണ്. പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് ടെക്നിക്ക്, ഇതിൽ മൂന്നും മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്റ് കൺട്രോൾ, ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. ഇത് മൂന്നും നമ്മളെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലും ഉണ്ട്. സെക്കൻഡ് ഗ്രൂപ്പിലെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലും ഉണ്ട്. ഇതിൽ മാർജിനൽ കോസ്റ്റിംഗിന്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. ഇവിടെ മാർജിനൽ കോസ്റ്റിംഗിന്റെ ബേസിക്കുള്ള ഇക്വേഷൻസ് മാത്രമേ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. പക്ഷെ അവിടെ നമുക്ക് ഇതിന്റെ ഡിസിഷൻ തിയറി ഡിസിഷൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത് അവിടെ. പിന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വാല്യൂ അനാലിസിസ്, ഇതിന്റെ നമ്മുടെ ഇവിടെ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മെറ്റീരിയലിന്റെതും ലേബറിന്റെതും മാത്രമേ നമ്മൾ ഇവിടെ നോക്കത്തുള്ളൂ. പക്ഷെ അവിടെ നമുക്ക് ഫിക്സഡ് ഓവർ ഹെഡ്, അങ്ങനെ സെയിൽസിന്റേത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ നമ്മൾ നോക്കും. ഇവിടെ പിന്നെ ഉള്ള ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് രണ്ടിൽ ഏകദേശം സെയിം ആണ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ബേസിക് ആയിട്ട് വരുന്ന സാധനങ്ങൾ. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞത് ഇൻട്രൊഡക്ഷനിലോട്ട് തന്നെ വീണ്ടും പോവാം. അപ്പൊ ഒരു അഞ്ച് സംഭവങ്ങളൂടെ പറഞ്ഞിട്ടുണ്ട് മെയിൻ ആയിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലുള്ള കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ്, കോസ്റ്റ് അക്കൗണ്ടിന്റെ ഉദ്ദേശം എന്തൊക്കെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് യൂണിറ്റ് കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ്, വർക്ക് ഓർ സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നമുക്ക് ടോട്ടലായിട്ട് ഒരു 10,000 റുപ്പീസ് കോസ്റ്റ് ആയിരുന്നു ചോദിക്കുക. ടോട്ടൽ കോസ്റ്റ് 10,000 റുപ്പീസ് വിചാരിച്ചു. നമ്മള് ആനുവലി സെല്ല് ചെയ്യുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5,000 യൂണിറ്റ് ആണ് ആനുവലി സെല്ല് ചെയ്യുന്നത്. എന്താണ് യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു പെന്നാണെന്ന് ചോദിക്കുക. അപ്പൊ പെന്നാണ് നമ്മൾ പ്രോഡക്റ്റ് എങ്കിൽ 5,000 പെന്നാണ് നമ്മൾ ഒരു വർഷം വിൽക്കുന്നത്. ആനുവൽ ഡിമാൻഡ് എന്നാണ്, ആനുവൽ യൂണിറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. 5,000 പെന്നാണ് നമ്മൾ ഒരു വർഷം വിൽക്കുന്നത്. അപ്പൊ ടോട്ടൽ ഒരു വർഷത്തേക്ക് കോസ്റ്റ് വരുന്നത് 10,000 രൂപയാണെന്ന് വിചാരിക്കുക. ഈ ഒരു യൂണിറ്റിന് എത്ര കോസ്റ്റ് വരുന്നത് എന്ന് ആണ് നമ്മൾ യൂണിറ്റ് കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ 10,000 5,000 എന്ന് പറയുമ്പോഴത്തേക്ക് 2 റുപ്പീസ് എന്ന് വരും അല്ലെ? 2 റുപ്പീസ് ഓക്കെ, 2 റുപ്പീസ് എന്ന് വരും. ഇതാണ് യൂണിറ്റ് കോസ്റ്റ്. അപ്പൊ ഇതുപോലെ നമ്മൾ പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ വർക്ക് അല്ലെങ്കിൽ സർവീസ്, ഇതിനെല്ലാം നമുക്ക് അങ്ങനെ ചെയ്യാം. സർവീസ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ആണ്. ടീച്ചിങ് നമ്മൾ ഒരു ക്ലാസ്സിന് എത്രയാണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത് നമുക്ക് അങ്ങനെ യൂണിറ്റ് കോസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. വർക്ക്, ഒരു പ്രത്യേക തരമുള്ള വർക്കിന് നമുക്ക് എത്ര കോസ്റ്റ് ആയെന്ന് കണ്ടുപിടിക്കാം. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നെങ്കിൽ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നമ്മളിപ്പോ ഒരു വലിയൊരു ബിൽഡിംഗ് ആണ് ഞാൻ അവിടെ പണിയുന്നത്. ആ ബിൽഡിങ്ങിന് എനിക്ക് ആ പർട്ടിക്കുലർ ബിൽഡിംഗ് ബിൽഡ് ചെയ്യാൻ വേണ്ടി എത്ര കോസ്റ്റ് വന്നതെന്ന് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് വഴി, അതിൽ മെയിൻ ആയിട്ട് വരുന്ന കോൺട്രാക്ട് കോസ്റ്റ് വഴിയാണ് അത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത്തതാണ് വേരിയസ് എലമെന്റ്സ് ഓഫ് എ കോസ്റ്റ് ഓഫ് എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എ ഫാക്ടറി. കോസ്റ്റിന്റെ പല തരങ്ങളായിട്ടുള്ള കോസ്റ്റിന്റെ പല തരത്തിലുള്ള കോസ്റ്റുകൾ. ഇപ്പൊ മെയിൻ ആയിട്ട് വരുന്ന 2 കോസ്റ്റ് ആണ്. ഒന്ന് ഡയറക്ട് കോസ്റ്റ് ആൻഡ് ഇൻഡയറക്ട് കോസ്റ്റ്. ഓക്കെ, അതെന്താണ് നമുക്ക് താഴെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ പല ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, അങ്ങനെ പലതും വരും. പിന്നെ വോളിയം ഓഫ് വേസ്റ്റേജ് ആൻഡ് ടെക്നോളജിക്കൽ ലോസ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ നമുക്ക് വേസ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 5,000 പേനയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാനൊരു 10,000 പേനയ്ക്കുള്ള ഒരു 5,000 പേനയാണ് ഉണ്ടാക്കുന്നെങ്കിൽ ഒരു 5,200 പേനയ്ക്കുള്ള ഇൻപുട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരിക്കും. ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പേന ഉണ്ടാക്കാൻ വേണ്ടി മെഷീനറിയിലായിട്ട് ഇടുന്ന റോ മെറ്റീരിയലാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പൊ 5,000 പേനയ്ക്കുള്ള 5,200 പേനയ്ക്കുള്ള ഇൻപുട്ട് ഞാൻ എന്തായാലും ഇട്ടിട്ടുണ്ടായിരിക്കാം. ആ സമയത്ത് എനിക്ക് 5,000 പേന ഉണ്ടായുള്ളൂ. അപ്പൊ ആ 200 പേനയുടെ റോ മെറ്റീരിയൽ എനിക്ക് അവിടെ വേസ്റ്റേജ് സംഭവിച്ചു. അത് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് വഴി കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത്തെ കോസ്റ്റ് റിലേറ്റഡ് നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇപ്പൊ ചില മെഷീനറി നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചായിരിക്കും അതിന്റെ കോസ്റ്റ് വരുന്നത്. കോസ്റ്റ് ഡിവൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. ഒരു മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ, ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയിൽ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ അവരെല്ലാരും കൂടെ ഒരു മെഷീനറാണ് ഉപയോഗിക്കുന്നത് വിചാരിക്കുക. അപ്പം അവർക്ക് എല്ലാവർക്കും കോസ്റ്റ് എങ്ങനെയായിരിക്കും ഡിവൈഡ് കൊടുക്കുന്നത്? അവര് എത്ര തരം ആക്ടിവിറ്റീസ്, അവർ എത്ര വട്ടം ആ ഒരു മെഷീനറി ഉപയോഗിച്ചു എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് എന്തായാലും അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുകൊണ്ടാണ് ഞാൻ റഫ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോണത്.
ഇനി അടുത്ത കോസ്റ്റ് അനാലിസിസ്. കോസ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് ആണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം പ്രോഡക്റ്റ് ഈ പേന ഞാൻ 100 രൂപയ്ക്കാണ് വിൽക്കുന്നതെന്ന് വിചാരിക്കുക. എനിക്ക് പുറത്തുനിന്ന് ഒരു ഫോറിൻ ബയർ വരെയാണ്, അയാള് 90 രൂപയ്ക്ക് തരുമോ എന്ന് ചോദിക്കുന്നു. അപ്പൊ നമ്മളത് അനലൈസ് ചെയ്ത് കോസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയിട്ട് നമ്മളത് പറ്റുമോ പറ്റൂല എന്നൊക്കെ നമ്മൾ ഡിസിഷൻ മേക്ക് ചെയ്യും. അതിൽ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെയാണ് ഇവര് പറയുന്ന 5 ബേസിക് ആയിട്ടുള്ള എലമെന്റ്സ്. ഇനി നമുക്ക് ഇതിൽ നോക്കാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. അതിന് മുന്നേ ഇതും കൂടെ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റീവ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഒബ്ജക്റ്റീവ് നേരത്തെ പറഞ്ഞതിന് കുറെ ഉള്ളത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെർ യൂണിറ്റ്, കോസ്റ്റ് പെർ കെ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു കിലോ കണക്കിനാണ് നമ്മളെ മെറ്റീരിയൽ തൂക്കുന്നതെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മളെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയും, കിലോയിൽ മെഷർ ചെയ്യുന്ന എന്തെങ്കിലും പ്രോഡക്റ്റ്, അത് അല്ലെങ്കിൽ മീറ്ററിൽ മെഷർ ചെയ്യുന്ന, അല്ലെങ്കിൽ പെർ ലിറ്റർ ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് നമുക്ക് നോക്കാം. സോഫ്റ്റ് ഡ്രിങ്ക്സ് നോക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒരു പെപ്സി എടുക്കാം. പെപ്സി ഞാനൊരു 10,000 ലിറ്റർ പെപ്സി ആയിരിക്കും ഉണ്ടാക്കുന്നത് വിചാരിക്കുക. സോറി, ലിമിറ്റഡ് അല്ല, ലിറ്റർ. 10,000 ലിറ്റർ പെപ്സിയാണ് ഉണ്ടാക്കുന്നത്. ഒരു ലിറ്ററിന്റെ ക്യാനായിട്ടാണ് വിൽക്കണം. അപ്പൊ 10,000 ക്യാനായിരിക്കും ഞാൻ വിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 10,000 ക്യാനില് ഒരു ലിറ്ററിന് എത്ര കോസ്റ്റ് ആവും എന്ന് ഡിറ്റർമൈൻ ചെയ്ത്, കോസ്റ്റ് പെർ ലിറ്റർ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ പ്രോഡക്റ്റിനും ഉള്ള കോസ്റ്റ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്ത് എടുക്കാൻ പറ്റും. അതാണ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് ഫസ്റ്റ് അവർ പറയുന്ന ഒബ്ജക്റ്റീവ്. ഇനി രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ്, നേരത്തെ പറഞ്ഞ സംഭവം തന്നെ. പിന്നെ കോസ്റ്റ് കൺട്രോൾ നേരത്തെ പറഞ്ഞു. പിന്നെ ഡിവിഷൻ വൈസ് വേസ്റ്റേജിന്റെ കേസ്, പിന്നെ ഇവിടെ വേസ്റ്റേജ്, പിന്നെ ഡിവിഷൻ, പിന്നെ ഡിസിഷൻ മേക്കിംഗ്, ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞത്.